പിന്നീട് ദേവസ്വം പ്രസിഡന്റായ എൻ വാസുവിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എൻ വാസുവിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്ന വിവരം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. എൻ വാസുവും 2019 ദേവസ്വം കമ്മീഷണറായിരുന്നത് എൻ വാസുവാണ്. എൻ വാസുവിനെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് രണ്ടാമത്തെ FIR ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രതി കൽപേഷ് എന്നയാളാണ്. കട്ടളപ്പാളി സ്വർണ്ണ കവർച്ചയിലാണ് ഇപ്പോൾ എൻ വാസുവിനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ FIR തയ്യാറാക്കിയിരിക്കുന്നത്. SITയുടെ രണ്ടാമത്തെ FIR-ൽ കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണത്തിൽ എൻ വാസുവിനെ കൂടി പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദേവസ്വം ബോർഡിലെ 2019 A. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ ദേവസ്വം ബോർഡിലെ രാഘവൻ ശങ്കർദാസ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ എന്നിവരെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. പേര് പറഞ്ഞില്ലെങ്കിലും ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതോടുകൂടി ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാവുകയാണ്. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന പിന്നീട് ദേവസ്വം പ്രസിഡന്റായിരുന്ന എൻ വാസുവിനെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റഹീസ, എൻ വാസുവും പ്രതിയാണ്. അതാണ് ഡോക്ടർ അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പങ്കുവെക്കാനുള്ളത്. എൻ വാസു, അതായത് 2 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അതായത് ഇതുവരെ ഉദ്യോഗസ്ഥ പോറ്റി ബന്ധത്തിൽ മാത്രം ഒതുക്കി നിർത്തിയിരുന്ന, രാഷ്ട്രീയമായി പ്രതിപക്ഷം ആക്രമണം നടത്തുമ്പോൾ പോലും അത് ഉദ്യോഗസ്ഥരും അന്നത്തെ സ്പോൺസറായ പോറ്റിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച് CPIM-ഉം LDF-ഉം നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട 4 പേർ കൂടി പ്രതിപട്ടികയിൽ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2 FIR ആണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യ FIR-ൽ 10 പ്രതികളാണുള്ളത്. ആ 10 പ്രതികളിൽ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ എൻ വാസുവോ പ്രതിയല്ല. പിന്നീട് രജിസ്റ്റർ ചെയ്ത കട്ടളപ്പാളി കേസിൽ ആ പരാതി ദേവസ്വം കമ്മീഷണർ സുനിൽകുമാർ ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. അതിൽ ഇന്നാണ് FIR എടുത്തത്. ആ FIR-ൽ മൊത്തം 8 പ്രതികളാണുള്ളത്. ആ 8 പ്രതികളിൽ 3-ാം പ്രതിയാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ. ദേവസ്വം കമ്മീഷണർ എന്ന് പറഞ്ഞാൽ പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ എൻ വാസു ആണ് 3-ാം പ്രതി. 8-ാം പ്രതിയായി ദേവസ്വം ബോർഡ് എന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് A. പത്മകുമാറാണ്. മറ്റൊന്ന് KT ശങ്കരദാസ് ആണ്. അങ്ങനെ മറ്റൊരു CPIM-ന്റെ K. രാഘവനാണ്. ഈ 3 പേരാണ് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. ഈ 3 പേർ കൂടി പ്രതികളാകുന്നു. ഇതിന്റെ മാനം പോവുകയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണക്കൊള്ള എന്നതിനപ്പുറം ഭരണസമിതി കൂടി അറിഞ്ഞുള്ള ഒരു പോറ്റി ഉദ്യോഗസ്ഥ ഭരണസമിതി കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിരിക്കുന്ന അഴിമതിയാണ്, കൊള്ളയാണ്. ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ അതിൽ കോൺഗ്രസ് യൂണിയനിൽപ്പെട്ടവരുണ്ട്, ഇടത് യൂണിയനിൽപ്പെട്ടവരുണ്ട്. അത് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടേ ഇല്ല എന്ന വാദമാണ് ഇതോടുകൂടി പൊളിയുന്നത്, അല്ലേ? അതാണ് അരുൺ, എക്സാക്ട്ലി അത് തന്നെയാണ്. ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല. ഈ കൊള്ള മുഴുവൻ നടക്കുന്ന സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി ഇതൊന്നും അറിഞ്ഞില്ല. എല്ലാം പോറ്റിക്ക് പിന്തുണ കൊടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കൊള്ളയായിരുന്നു എന്നതായിരുന്നു ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ഒപ്പം സർക്കാരിന്റെയും LDF-ന്റെയും ഒക്കെ ഒരു പ്രചരണം അല്ലെങ്കിൽ അവകാശവാദം. പക്ഷേ അത് പൊളിക്കുന്നതാണ് ഇപ്പോൾ SIT എടുത്തിരിക്കുന്ന FIR. ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ശ്രീകോവിലിന്റെ വാതിലിന്റെ സ്വർണ്ണപ്പാളി കാണാതായതിൽ, അതിൽ അളവ് കുറഞ്ഞതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അറിയാതെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകില്ല എന്ന് കൃത്യമായി തന്നെ ഈ FIR-ൽ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ മേധാവി ലോ ആൻഡ് ഓർഡറിന്റെ ADGP H. വെങ്കടേഷ് നേതൃത്വ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. DGP-യുമായി വിശദമായ ചർച്ചകൾ നടത്തി നിയമോപദേശം പ്രാഥമികമായി എടുത്തതിനു ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് രാഷ്ട്രീയമായി വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന, സ്വാഭാവികമായും LDF ഭരണസമിതി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ LDF തന്നെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് FIR ഇടുമ്പോൾ അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായതുകൊണ്ട് H. വെങ്കടേഷ് DGP രവട ചന്ദ്രശേഖരുമായി
ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 8 പ്രതികളാണ്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. 2-ാം പ്രതി കൽപേഷ് ആണ്. കൽപേഷ് ആരാണെന്ന് ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല. പോറ്റിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. കൽപേഷ് പ്രതിപ്പട്ടികയിൽ വരാൻ കാരണം ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിലിൽ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയത് കൽപേഷ എന്ന വ്യക്തിയാണെന്ന് ഇതിന്റെ സ്മാർട്ട് ക്രിയേഷന്റെ CEO പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിട്ടുണ്ട്. ആ കൽപേഷ് പോറ്റി നിയോഗിച്ച ആളാണെന്നും മൊഴിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2-ാം പ്രതിയായി കൽപേഷ് വരുന്നത്. 3-ാം പ്രതിയായി അന്നത്തെ ദേവസ്വം കമ്മീഷണറായ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ N വാസു വരുന്നു. 4-ാം പ്രതിയായി ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായ D സുധീഷ് കുമാർ വരുന്നു. 5-ാം പ്രതിയായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു വരുന്നു. 6-ാം പ്രതിയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ വരുന്നു. ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീയും പ്രതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8-ാം പ്രതിയായി ദേവസ്വം ബോർഡ് വരികയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ A പത്മകുമാർ, K രാഘവൻ, ശങ്കർദാസ് CPIയുടെ നോമിനിയായി ഉണ്ടായിരുന്നു. സംസ്ഥാന പോലീസിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ശങ്കർദാസിന്റെ മകനും. പോലീസിലെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പിതാവ് കൂടിയായ ശങ്കർദാസും പ്രതിപ്പട്ടികയിൽ വരികയാണ്. ഡോക്ടർ അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ റിപ്പോർട്ടറാണ് ആദ്യമായി കട്ടളപ്പാളിയുടെ ദൃശ്യങ്ങൾ, ചെന്നൈയിൽ വെച്ച് പൂജിക്കുന്ന കട്ടളപ്പാളിയുടെ ദൃശ്യങ്ങൾ, ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, അതിനുശേഷം ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഫാക്ടറിയിൽ വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ, അതിൽ തന്നെ കട്ടളപ്പാളികൾ പൂജിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ആ കട്ടളപ്പാളിയും കടത്തി എന്നുള്ള വിവരം ആദ്യമായി പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. ഈ കട്ടളപ്പാളി സ്വർണ്ണമോഷണ കേസിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. റിപ്പോർട്ടറിന്റെ ഇംപാക്ട് സ്റ്റോറിയായിട്ട് മാറുകയാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം SIT ഇംഗ്ലീഷിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 2-ാമത്തെ FIR ഇട്ടിരിക്കുന്നു. ആദ്യത്തെ FIR ഇട്ടിരിക്കുന്നത് ദ്വാരപാലക കവചത്തിൽ സ്വർണം പൂശിയതിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 2-ാമത്തെ FIR ഇട്ടിരിക്കുന്നത് കട്ടളപ്പാളിയിലെ സ്വർണം പൂശിയതിൽ സ്വർണ്ണമോഷണം നടന്ന കേസാണ്. അത് സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശിയതിനു ശേഷം പിന്നീട് അത് സ്വകാര്യ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങൾ കണ്ടതും റിപ്പോർട്ടറിലൂടെയാണ്. ജയറാമിന്റെ വീട്ടിൽ വീരമണിയുടെ സാന്നിധ്യത്തിൽ, കുമരൻ സിൽസിന്റെയൊക്കെ ഉടമയുടെ സാന്നിധ്യത്തിൽ അവിടെ പൂജ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ കട്ടളപ്പാളി ഈ സ്വർണ്ണമോഷണത്തിലാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്.